കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭം ഡൽഹിയിൽ സംഘടിപ്പിക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷവുമായി യോജിച്ച സമരത്തിന് സർക്കാർ മുൻകൈയെടുക്കുന്നുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. രജീഷ് നരിക്കുനിയുടെ വിവരങ്ങളുമായി. രജീഷ്, എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? എങ്ങനെയാണ് പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന ഇടതുമുന്നണി യോഗത്തിലാണ് കേന്ദ്രത്തിനെതിരെ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് ഫെബ്രുവരി 8-ന് ഡൽഹിയിലെ ജനറൽ മന്ദിറിൽ രാവിലെ 11 മണിക്ക് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളെ അണിനിരത്തിയുള്ള ഒരു സമരമാണ് ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും പങ്കെടുക്കുന്ന സമരമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ എല്ലാവർക്കും മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കത്തയക്കും. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാനും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു ആഹ്വാനവും അതോടൊപ്പം തന്നെ ഒരു പിന്തുണയും ആവശ്യപ്പെട്ടുള്ള ഒരു കത്തായിരിക്കും മുഖ്യമന്ത്രി നൽകുക. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്കും ഈ കത്ത് അയക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ വിപുലമായ ഒരു സമര പരിപാടിയാണ് ഡൽഹിയിൽ ഫെബ്രുവരി 8-ന് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അതേ ദിവസം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബൂത്ത് തലത്തിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ സ്ഥലങ്ങളിലും പ്രതിഷേധ പരിപാടികളും അതോടൊപ്പം തന്നെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ എല്ലാവരും വീടുകളിൽ കയറി ഉള്ള ഒരു പ്രചരണം നടത്താനും ഇന്നത്തെ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് ഇടതുമുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 8-ന് മുഖ്യമന്ത്രി നയിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും എംപിമാരും എംഎൽഎമാരും പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള സമരപരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്രം നടത്തുന്ന സംസ്ഥാനത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, GSTയും അതോടൊപ്പം തന്നെ കേന്ദ്ര നിക്ഷേപങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കുറയുന്ന നിലപാട് മാറ്റം വരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ, സാമ്പത്തികപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 8-ന് ഈ സമരം ഇടതുമുന്നണി നടത്തുന്നത്. നിത, രജീഷ്, ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു തീരുമാനമല്ലേ ഇനി വരാനിരിക്കുന്നത്? വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷവും കൂടി ചേർന്നുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നതെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ്? കേന്ദ്രത്തിനെതിരെയെങ്കിലും ഇവരുമായി ഒന്നിച്ച് നിൽക്കാനുള്ളൊരു ധാരണയിലേക്ക് പ്രതിപക്ഷം എത്താൻ സാധ്യതയുണ്ടോ? നിലവിലെ സാഹചര്യം ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം കേരളത്തിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം ഒത്തുചേരുമോ എന്നൊരു ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തെങ്കിലും UDF യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഒരു പക്ഷേ ഇപ്പോൾ തുടരുന്ന സംസ്ഥാന സർക്കാരിനോട് സഹകരണ മനോഭാവം ഇല്ലാത്ത ഒരു നിലപാടാണ് പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതേ നിലപാട് തുറന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ കേന്ദ്രത്തിനെതിരായ ഈ പ്രക്ഷോഭത്തിലും UDFിലെ പ്രതിപക്ഷ നേതാക്കളും MLAമാരും അതോടൊപ്പം തന്നെ MPമാരും പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ശരി രജീഷ്, ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരായ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. MLAമാരും മന്ത്രിമാരും MPമാരും തുടങ്ങിയ എല്ലാ ഇടതുമുന്നണി നേതാക്കളും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. പ്രതിപക്ഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.